സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബത്തോ ഒന്നും ചെയ്യാത്ത ഒരു നടപടിക്രമമാണ് ഈ മൗലിദ് എന്ന് പറഞ്ഞു. എന്നാൽ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജുമുഅ കുതുബ ഈ മുജാഹിദ് പള്ളികളിൽ മലയാളത്തിൽ നിർവഹിക്കുന്നു. എന്നാൽ ആ ജുമുഅ കുതുബ മലയാളത്തിൽ നിർവഹിക്കാം എന്നുള്ളത് എവിടെ നിന്ന് കിട്ടി? കാരണം സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമോ ആരും ഇങ്ങനെ മലയാളത്തിൽ ഖുതുബ പറയുന്നതായി കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അറബിയിലാണ് ഖുതുബ നിർവഹിച്ചത്. അങ്ങനെ ഇരിക്കെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മൗലിദ് ആഘോഷിക്കുന്നതിനെ എതിർക്കാൻ മുജാഹിദുകൾക്ക് സാധിക്കുക? വലിയൊരു തെറ്റിദ്ധാരണയാണ്. മുജാഹിദ് പള്ളികളിലൊക്കെ മലയാളത്തിലാണ് ഖുതുബ നടത്തുന്നത്. ഒരു വട്ടമെങ്കിലും ഒരു സലഫി മസ്ജിദിൽ ഖുതുബക്ക് പോയ ആൾക്ക് ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, ഏതൊരു സലഫി മസ്ജിദിൽ ചെന്നാലും ഖുതുബ തുടങ്ങുന്നത് തന്നെ അറബിയിലാണ്, ശുദ്ധമായ അറബിയിലാണ്. മാത്രമല്ല, ഖുതുബത്തുൽ ഹാജ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രവാചകൻ്റെ ഖുതുബയായി സ്ഥിരപ്പെട്ട റസൂലുള്ളാഹിയുടെ ഖുതുബ അറബിയിൽ തന്നെ പറഞ്ഞിട്ടല്ലാതെ ഒരു സലഫി പള്ളിയിലും ഖുതുബ നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഒരാൾ നടത്താൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക, വെറും മലയാളം പറയാൻ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക സലഫി പള്ളിയിൽ, അതൊട്ട് അനുവദിക്കില്ല. അത് ആ ഖത്തീബിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഖുതുബയായിരിക്കും. കാരണം വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഏതൊരു ഖതീബും ഖുതുബത്തുൽ ഹാജ അറബിയിലാണ് നടത്തുന്നത്. അത് ലിൽ ഇത്തിബാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്. അറബിയിലാണ് റസൂലുള്ളാഹി ഖുതുബ നടത്തിയത്, നമ്മളും അറബിയിൽ ഖുതുബ നടത്തുകയാണ്. അപ്പോൾ പിന്നെ മലയാളം പറയുന്നില്ലെന്ന് അതുണ്ട്, അതും റസൂലുള്ളാഹിയുടെ മാതൃകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാൻ യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ പ്രത്യേകത, നബി 2 ഖുതുബ നിർവഹിക്കും. വെള്ളിയാഴ്ചകളിൽ പ്രവാചകൻ്റെ മെമ്പറിൽ നിന്നുകൊണ്ട് 2 ഖുതുബ നിർവഹിക്കും. അപ്പോൾ ഖുതുബ 2 നിർവഹിക്കുമ്പോൾ യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബകൾ വേർതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അതിനിടയിൽ ഇരിക്കും. ഈ 2 ഖുതുബ നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹി നിർവഹിച്ചത്? യഖ്റഉൽ ഖുർആന, ഖുർആൻ ഓതും, എന്നിട്ട് വയുദക്കിറുൻ നാസ, ജനങ്ങൾക്കത് വിവരിച്ചു കൊടുക്കും. ഇതാ റസൂലുള്ളാഹിയുടെ ചര്യ. അപ്പോൾ റസൂലുള്ളാഹി നിർവഹിച്ച അറബിയിലാണ്, നമ്മളും അറബിയിൽ നിർവഹിക്കുന്നു. ഖുർആൻ ആയത്ത് ഓതുന്നു. പിന്നെ എന്താ റസൂലുള്ളാഹിയുടെ ചര്യ? വയുദക്കിറുൻ നാസ, എന്താണ് ഈ പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗം ജനങ്ങൾക്കാണ് വിവരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട്, ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് തുളുവിൽ പ്രസംഗിച്ചാൽ, തുളു ഭാഷയിൽ പ്രസംഗിച്ചാൽ ഇവിടെ എത്ര തുളു അറിയുന്ന ആളുണ്ടാവും? അല്ലെങ്കിൽ കന്നഡയിൽ പ്രസംഗിച്ചാൽ ഇവിടെ കന്നഡ അറിയുന്ന എത്ര പേരുണ്ടാവും? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ, ആർക്കും അറിയാത്തൊരു ഭാഷയിൽ പ്രസംഗിച്ചിട്ട് ജനങ്ങളെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ അതിനർത്ഥമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുക, വയുദക്കിറുൻ നാസ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ഇത് റസൂലുള്ളാഹിയുടെ ഖുതുബയുടെ സവിശേഷതയായിരുന്നുവെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് പല മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും പേർഷ്യൻ ഭാഷയിൽ പറയാം, അതുപോലെ തന്നെ മറ്റു ഭാഷകൾ വിവരിക്കാം എന്ന് വിശദീകരിച്ചത്. തവാബി കിട്ടുന്ന രൂപത്തിൽ വളരെ കൃത്യമായി തന്നെ ഖുതുബ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് പണ്ഡിത ലോകം വിശദീകരിച്ചത്. അപ്പോൾ അറബി ഭാഷയിൽ ഹംദും സ്വലാത്തും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ്റെ ആയത്ത്, ഇതൊക്കെ അറബിയിൽ നിർവഹിച്ച് ജനങ്ങൾക്കത് വിവരിച്ചു കൊടുക്കുക എന്ന സുന്നത്താണ് യഥാർത്ഥത്തിൽ സലഫി പള്ളികൾ നടക്കുന്നത്. അല്ലാതെ മലയാള പ്രസംഗമല്ല. അറബിയുമുണ്ട്, അതിൻ്റെ വിശദീകരണവുമുണ്ട്. ആ അറബിയും അതിൻ്റെ വിശദീകരണവും പ്രവാചകൻ്റെ ഖുതുബയിലും ഉണ്ട്. ഇനി എല്ലാവരും അറബി മനസ്സിലാകുന്നൊരവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായും അറബിയിൽ തന്നെയാവാം, ജനങ്ങൾക്ക് മനസ്സിലാകും. അറബി ഭാഷ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈജിപ്റ്റ്, നമുക്കറിയാം, ഈജിപ്റ്റ് അവിടെ നിന്നും അസ്ലി അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം കടന്നു ചെന്നതോടുകൂടി അറബി ഭാഷ അവർ പഠിച്ചത് അവരുടെ നാട്ടുഭാഷയാക്കി, അവരുടെ സംസാരം അറബിയിലാക്കി. അങ്ങനെ ഒരു സ്ഥലമായി കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലും അറബിയിൽ മുഴുവനും പറയാം. ഇത് കേവലം ഖുതുബ എന്ന് പറഞ്ഞ് കുറേ ഏലക്കം വിളി, കുറേ ഇങ്ങനെ നീട്ടിയിട്ട് ഏലക്കം വിളിച്ച് പോവുക എന്നല്ല ഖുതുബയുടെ ഉദ്ദേശം. നേരെ മറിച്ച് ഖുതുബ എന്താണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഉളരിപ്പോകണം
എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ മുഴുവനും രേഖപ്പെടുത്തി. ആ ദിക്റുള്ള എന്നതുകൊണ്ട് ഉദ്ദേശം വഹിയ മൗഇളത്തുൽ ഇമാമി ഐ അൽ ഖുതുബ, അത് ജനങ്ങളോടുള്ള ഉപദേശമാണ്. അത് ജനങ്ങളോടുള്ള ഉപദേശമാണ്. അപ്പോൾ ഞാൻ കുറേ നിങ്ങൾക്കറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉപദേശമൊക്കെ ഉഷാറായില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഉപദേശം എന്ന് പറയണമെങ്കിൽ കേൾക്കുന്നവന് മനസ്സിലാവണമല്ലോ, അറിയണമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഉഴലിപ്പോകൂ എന്ന് പറയേണ്ട അർത്ഥം വഹിയ മൗഇളത്തുൽ ഇമാമി ഐ അൽ ഖുതുബ, അത് ഇമാമിൻ്റെ ഉപദേശമാണ് അഥവാ ഖുതുബയാണ്. അപ്പോൾ ഖുതുബക്ക് മുമ്പ് തന്നെ പള്ളിയിലെത്തണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ജനങ്ങളോടുള്ള ഉപദേശമാണെന്ന് പറയുമ്പോൾ ഉപദേശത്തിൻ്റെ ഉദ്ദേശ്യം ഹാസുലാകാൻ അതിനാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അറബിയിലല്ലേ നടത്തിയത്? ഇത്തിബാഅ് വേണ്ടേ? തീർച്ചയായും ഇത്തിബാഅ് വേണം. ആ ഇത്തിബാഅ് അറബിയിൽ തന്നെയാണ് സലഫി പള്ളികൾ എവിടെയായിരുന്നാലും നിർവഹിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ മീൻചന്തപ്രമേയം വരുന്നതിന് മുമ്പ് ഇത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, സലഫി മസ്ജിദുകൾ മാത്രമല്ല പല മഹല്ലുകളിലും ഖുത്ബ പരിഭാഷപ്പെടുത്തിയിരുന്നു. ഇന്നും അത് തുടരുന്ന പ്രദേശങ്ങളുണ്ട്. മഞ്ചേരിയിൽ ഇന്നും നമുക്കറിയാം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന പള്ളികളുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നയാൾ, കാന്തപുരം സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നയാൾ ഉറുദുവിലായിരുന്നു ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ അടുത്ത സമയത്ത് നമ്മുടെ നോളജ് സിറ്റി അതുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരിപാടിയിൽ സംബന്ധിച്ച് ഒരു വലിയ ഷെയ്ഖായി കൊണ്ടുവന്ന് അവതരിപ്പിച്ച ആൾ ഇംഗ്ലീഷിൽ ഖുത്ബ പറയുന്ന ആളാണ്. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വലിയ ഷെയ്ഖായി അവതരിപ്പിച്ചത്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഖുത്ബ പറയുന്നത്. എന്നുവെച്ചാൽ ഈ പറയുന്ന ആദ്യ ഭാഗം അറബിയിൽ പറഞ്ഞ് ബാക്കി അദ്ദേഹം ജനങ്ങൾക്ക് ഇംഗ്ലീഷിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ആളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരെ വലിയ ഷെയ്ഖായി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്ന സംഗതിയാണ്. അവിടെ അറബി ഒഴിവാക്കിക്കൊണ്ടല്ല, നേരെ മറിച്ച് അറബി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഖുത്ബ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇനി ആളുകളെല്ലാം അറബി മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ പൂർണ്ണമായി അറബിയിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഗാംഭീര്യം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.